ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടി കൊണ്ടുണ്ടല്ലോ ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. ഉപ്പും എണ്ണയും തീയും ഒന്നും വേണ്ടാതെ ഒരു സിമ്പിൾ ആയിട്ട് എന്നാ ഹെൽത്തി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കിയാലോ. ഈ പിണ്ടി കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പാടെ എത്ര സമയം വേണം? ഒരു 5-10 മിനിറ്റ് അതിന്റെ മാത്രം ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ എപ്പോഴും എന്താ ഉണ്ടാക്കുന്നത്? തോരൻ ഉണ്ടാക്കും, കട്ട്ലേറ്റ് ഉണ്ടാക്കും. എന്തായാലും ഇങ്ങനെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കും. ആദ്യം നമ്മൾ പിണ്ടി എടുത്തിട്ട് അതിന്റെ മേലുള്ള ഈ പോളയെല്ലാം വലിച്ചു കീറി കളഞ്ഞിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഒപ്പിയെടുക്കണം കേട്ടോ. കാര്യം നമ്മൾ അച്ചാറാണല്ലോ ഇടുന്നത്, അപ്പൊ പൂപ്പലൊന്നും അടിക്കാൻ പാടില്ല. കുറച്ച് നാളത്തേക്ക് നമുക്ക് വേണ്ടതല്ലേ. ശേഷം ഈ പിണ്ടി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ, കുക്ക് ചെയ്യാതെ റോ ആയിട്ട് തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. അപ്പൊ ഏറ്റവും കനം കുറച്ചിടാവോ അത്രയും കനം കുറച്ച് അരിഞ്ഞ് തന്നെ ഇടണേ. അരിഞ്ഞു കഴിയുമ്പോഴേ ഇതിന്റെ കളറ് മാറുമെന്നും പറഞ്ഞിട്ടൊന്നും ആരും ഇത് വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത് കേട്ടോ. കാര്യം അച്ചാർ പൂപ്പലായി പോകും. അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇടുക ചെയ്ത് അങ്ങനെ തന്നെ വെച്ച് കുറച്ച് കളർ മാറിയാലൊന്നും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് കഴുകി തുടച്ച് ഒരു തുള്ളി വെള്ളമയം പോലും ഇല്ലാത്ത ഒരു ചില്ലുകുപ്പിയോ അല്ലെങ്കിൽ എന്താ ഭരണിയൊക്കെ എടുക്കാം. എൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ ഒരു വലിയ ഭരണി ഉണ്ട് കേട്ടോ. നമ്മൾ ഇടുന്ന അച്ചാറിന്റെ സൈസിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടി ഭരണി എടുത്തതാണേ. അതിലേക്ക് നമ്മൾ ഈ വട്ടത്തില് വളരെ നേർത്ത കനത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പിണ്ടിയെല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് അടുത്തതിലേക്ക് വേണ്ട ഒന്നെങ്കിൽ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക്. കാന്താരി ആയിരിക്കും നല്ലത്. എനിക്ക് കാന്താരി അവൈലബിൾ അല്ലാത്ത കൊണ്ട് ഞാൻ പച്ചമുളക് എടുക്കുന്നേ ഉള്ളേ. കാന്താരി ആയാലും പച്ചമുളകായാലും മസ്റ്റ് ആയിട്ട് അത് നീളത്തിൽ കീറി തന്നെ ഇടണം. കാര്യം എരിവിന് നമ്മൾ ഇത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഈ അച്ചാറിന്റെ ഒരു രുചി എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് ആറിയ വെള്ളം വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അതായത് നമ്മൾ ആ ഇട്ടിരിക്കുന്ന പിണ്ടിയുടെ മേലിൽ വരുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനെഗിരിയും കൂടെ ഒഴിക്കണം. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അച്ചാർ റെഡിയായി. എന്ത് സിമ്പിൾ അല്ലേ, എത്ര ഈസി അല്ലേ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you.